പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജാനകിയുടെ നാവിൻ്റെ ചൊറിച്ചിൽ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാനകി നയനയോട് പറയുവാണ്, ഇവിടെ ഒരുത്തിയുടെ അമ്മ അമ്പലങ്ങൾ മൊത്തം കയറി ഇറങ്ങുവാണ് ഇളയ സന്താനത്തെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയെന്ന്. അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല കേട്ടോ. അന്നേരം ജാനകി പിന്നെയും പറയുന്നുണ്ട്, അനി പലപ്പോഴും അവിടെ ചെന്നിട്ടുണ്ടല്ലോ, ആ സമയത്ത് അനിക്ക് എന്തെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെയാണ് ജാനകി പറയുന്നത്. പിന്നീട് നവ്യയും അഭിയാണ് കാണിക്കുന്നത്. അവർ പുറത്ത് വെച്ച് നന്ദുവിനെ കാണുന്നുണ്ട്. അന്നേരം അഭി നന്ദുവിനോട് പറയുവാണ്, അനാമികയ്ക്ക് ഇത്തിരി പക്വതക്കുറവുണ്ട്, എങ്കിലും അവളോട് അനി കാണിക്കുന്ന ഈ അവഗണന ഒരു പെണ്ണും സഹിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഉപദേശിക്കുന്നു. അതുപോലെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ മരുമകളാകാൻ ആകെ യോഗ്യതയുള്ളത് അനാമിക മോൾക്ക് മാത്രമാണ്, ബാക്കി രണ്ടും വേസ്റ്റാണ് എന്ന്. അതുപോലെ മുത്തശ്ശൻ നന്ദുവിനെ വിളിക്കുക, എന്നിട്ട് നന്ദുവിനോട് പറയുവാണ്, അനിയും അനാമികയും തമ്മിൽ വേർപിരിയാൻ മോളൊരു കാരണമാകരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. ഇത് നന്ദുവിനും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നന്ദു എത്രയോ ഒഴിഞ്ഞു മാറിപ്പോയതാ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത്. ഏതായാലും മുത്തശ്ശനും കൂടി അത് വിളിച്ച് പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് നന്ദു. ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.